കഴിഞ്ഞ 10-20 ദിവസമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് ഡൽഹിയിലും ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് CJP, കോക്രോച്ച് ജനതാ പാർട്ടി, കുറേ പാറ്റകളും. പാറ്റയുടെ ഏറ്റവും വലിയ പ്രശ്നം അത് ദീർഘായുസുള്ള ഒരു ജീവിയല്ല. ദീർഘായുസ് എന്ന് പറഞ്ഞ് താൽക്കാലികമായി അത് കടിക്കും, പറക്കും, മലർന്ന് കിടന്നു പോയാൽ പാറ്റയുടെ ഏറ്റവും വലിയ ദൗർബല്യം അത് മലർന്ന് കിടന്നാൽ പിന്നെ അതിന് പ്രശ്നമാണ്, തിരിച്ച് ചാടാൻ പ്രശ്നമാണ്. മലർന്ന് കിടന്നു പോയാൽ പ്രശ്നമാണത്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഓടും. പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് മലർന്ന് കടന്നു പോയാൽ പിന്നെ പെട്ടെന്ന് അതിന് നൂന്ന് വന്ന് വീണ്ടും കമിഴ്ന്ന് ഓടാൻ അതിന് പ്രയാസം വരും. അല്ലെങ്കിൽ നോക്കിയാൽ മതി, പാറ്റയൊന്ന് തട്ടി മലർത്തിയിട്ട് നോക്കിയാൽ മതി. ഇതുപോലെയാണ് ഡൽഹിയിലെ പാറ്റ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു ഇൻസിഡൻറ്റ് വന്നു, 26 ദിവസം ആരും മൈൻഡ് ചെയ്തില്ല. 26 ദിവസം കഴിയുമ്പോൾ സോനം വാങ്ചു അതിനകത്ത് വരുന്നു, പിന്നെ പ്രകാശ് രാജ് വരുന്നു, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലരും വരുന്നു, SFI വരുന്നു, ISF വരുന്നു, DYFI വരുന്നു, AYF വരുന്നു, അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നു. വിഷയം വളരെ ചർച്ചയാകുന്നു, ഗൗരവതരമാകുന്നു. അങ്ങനെ ഗൗരവതരമായപ്പോൾ, വളരെ ഗൗരവതരമായപ്പോൾ എന്താ സംഭവിച്ചത്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് ശേഷം അടുത്തത് അമിത്ഷായാണ്, നരേന്ദ്രമോദിയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അഭിജിത് ദീപ്കെ രംഗത്ത് വന്നു. അവിടെ അടിപടലം തെറ്റിയില്ലേ? ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള, പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള, വിഷയാധിഷ്ഠിതമായിട്ടുള്ള അടുത്തൊരു സബ്ജക്റ്റ് വരുമ്പോഴല്ലേ വരാവൂ. അതിന് വരെ തയ്യാറെടുത്തുകൊണ്ടിരിക്കണ്ടേ രാജ്യത്ത്? സംഘടനാപരമായും പല രൂപത്തിലും തയ്യാറെടുക്കുക, ബൈറ്റുകൾ കൊടുക്കാതിരിക്കുക, ബഹളം ഉണ്ടാക്കാതിരിക്കുക. ഇത് പുള്ളി യാതൊരു പക്വതയില്ലാതെയാണ് അഭിജിത് ദീപ്കയും സംഘവും. ഹോട്ടലിൽ പോകുന്നു, പാർട്ടി നടത്തുന്നു, ആ വീഡിയോ എടുക്കുന്നു, അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. മോദി എത്ര പറയുന്നു, അമിത്ഷാ എത്ര പറയുന്നു, സിസ്റ്റത്തെ എത്ര പറയുന്നു, കോടതി എത്ര പറയുന്നു, മോദി പിന്നെ കല്യാണത്തിന് ഒരുപാട് സ്ത്രീകൾ ശല്യം ചെയ്യുന്നു എന്ന് പറയുന്നു. ഒരു സ്വയം ഉയരുന്ന ഒരു പ്രതിഭാസമായി മാറാൻ അഭിജിത് ദീപ്കെ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രതിശ്രമമുണ്ട്. പിന്നെ മോദി ഭീഷണിപ്പെടുത്തുന്നു, BJP ചേർന്നിലേക്ക് കൊന്നുകളയും. പിന്നെന്താണ്, പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഏതെങ്കിലും മുസ്ലിം പേരുകളായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഇതിനു മുമ്പ് ജയിലിലിട്ടേനെ. ഇങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. സംഭവിക്കാൻ പോണത് ഇത് ഓൺ ടൈം പ്രതിഭാസമായിട്ട് നിൽക്കും. ഇന്ത്യയിൽ എത്രയോ മൂവ്മെൻറ്റുകൾ വന്നു, ലോകത്ത് എത്രയോ മൂവ്മെൻറ്റുകൾ വന്നു, എത്രയോ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ വന്നു. എല്ലാം 1 ടൈം 2 ടൈം മൂവ്മെൻ്റ് ആയിട്ട് പോകും. അല്ലെങ്കിൽ വളരെ പക്വതയുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകണം. ചിലപ്പോൾ പുള്ളി നിന്നാൽ ജയിക്കും, MP ആവും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്താൽ അവിടെ ചിലപ്പോൾ ഭരണം പിടിക്കാൻ പറ്റും. അതെല്ലാം സംഭവിക്കും. ആം ആദ്മി പിടിച്ചില്ലേ, ഡൽഹി പിടിച്ചില്ലേ, പഞ്ചാബ് പിടിച്ചില്ലേ, ഡൽഹി കയ്യിൽ നിന്ന് പോയില്ലേ. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു മേഖലയല്ല. രാഷ്ട്രീയ പാർട്ടികളെ ഇറക്കുക എന്ന് പറയുന്നതും എളുപ്പമുള്ള പണിയല്ല. അത് മനസ്സിലാക്കാൻ അഭിജിത് ദീപ്കയ്ക്കും പാറ്റയ്ക്കും കഴിയാതെ പോകുന്നിടത്താണ് അവർ പ്രതിസന്ധിയിലേക്ക് പോകാൻ പോകുന്നത്. ഇപ്പോൾ താൽക്കാലികമായി അവർ വിജയിച്ചെങ്കിലും ആത്യന്തികമായി അവർ പരാജയപ്പെടും, കൃത്യമായി പരാജയപ്പെടും. ആഗ്രഹം വേണം, ആശയം വേണം, സംഘടന വേണം, പണം വേണം. ഇതെല്ലാം ആവശ്യമുണ്ട് ഒരു സംവിധാനത്തിലേക്ക് പോകണമെങ്കിൽ. ഇതിലേതിൽ പിഴച്ചു പോയാലും സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, എളുപ്പമല്ല. നല്ല ആഗ്രഹം വേണം സംഘടന കൊണ്ടുപോകണമെങ്കിൽ, ഒരുപാട് ആശയങ്ങൾ വേണം, നല്ല സംഘാടനം വേണം, സംഘടന വേണം, നല്ല പണവും വേണം. ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വല്ല കുറവുണ്ടോ? കേരളത്തിൽ മാത്രം 40 പാർട്ടി ഒറ്റ രജിസ്റ്റേർഡ് പാർട്ടിയുണ്ട്. ഇന്ത്യയിൽ മൊത്തം എടുത്ത 10,000 പാർട്ടി രജിസ്റ്റേർഡ് പാർട്ടിയുണ്ട്. ഇനിയൊരു CJP കൂടെ ഒരു സ്പേസ് ഉണ്ടോ?
എന്തായാലും വളരെ രസകരമാണ് ഡൽഹി രാഷ്ട്രീയം. ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം, ജന്തർ മന്ദറിലെ സമരത്തിന് ശേഷം BJP ഒരുപാട് അപ്പർ ഹാൻഡ് എടുത്തിട്ടുണ്ട്. വലിയൊരു കമ്മിറ്റിയെ വെച്ചു, ലോകസഭയിൽ നിയമം പാസാക്കി, വളരെ അപ്പർ ഹാൻഡ് എടുത്തിട്ടുണ്ട് ഈ വിഷയത്തിൽ. സോനം വാങ്ചു വരെ അഭിനന്ദിക്കുന്ന നിലയിൽ വലിയ അപ്പർ ഹാൻഡ് എടുത്തു. അപ്പോൾ ഇപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്? കല്ലിലടിച്ച പൂക്കുല പോലെ പരസ്പരം തർക്കിക്കുന്നു. LDFിൻ്റെ വിദ്യാർത്ഥി സംഘടനകളും CJPയുമായിട്ട് തെറ്റുന്നു. യാതൊരു തത്വദീക്ഷയുമില്ലാതെ പിച്ചും പേയും പുലമ്പുന്നത് പോലെ ഓരോ സമയം ഓരോ കാര്യങ്ങൾ വന്ന് അഭിജിത് ദീപ്കെ മെസ്സേജ് ഇടുന്നു. ഇത് അപകടത്തിലേക്ക് പോകും. വളരെ പക്വതയോടുകൂടി, പാകതയോടുകൂടി, മെച്യൂരിറ്റിയോടുകൂടി വിഷയങ്ങളെ സമീപിച്ചിരുന്നാൽ CJPയെ പോലുള്ള, മാത്രമല്ല CJP പോയിട്ട് E20 ജനതാ പാർട്ടി, സംവരണ വിരുദ്ധ ജനതാ പാർട്ടി, എത്ര സംവിധാനങ്ങളാണ്, കൂട്ടായ്മകളാണ്. ന്യൂ ആൽഫ പരിപാടി, രാജ്യം മുഴുക്കെ പാറ്റ മോഡലിൽ പരിപാടികൾ വരികയാണ്. അത് തന്നെ ഇത് പൊളിക്കാനാണ്. അതുകൊണ്ട് വളരെ പക്വതയോടുകൂടി ഇടപെടുക. അല്ലാതെ നിങ്ങൾ മോഡി ഇറക്കാം, അമിത്ഷാ ഇറക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി ആര് ഇറക്കിയാലും വേറെ ആരെങ്കിലും വരും. അവരും ഇതൊക്കെ തന്നെയായിരിക്കും മോറോർലെസ് ചെയ്ത് കൂട്ടുന്നത്. അവരെ ഇറക്കാം എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ ഇറക്കാനും കയറ്റാനും ഒന്നും നടക്കുന്നത് കേസല്ല. അതൊക്കെ വെറുതെ ടൈം പാസിന് വേണ്ടി പറയാം എന്നുള്ളതല്ലാതെ ക്രിയേറ്റീവായി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇഷ്യൂ ബേസ്ഡ് കാര്യങ്ങൾ എടുത്ത് അതിൽ ജനങ്ങളോടൊപ്പം നിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അതിനെ തുടർന്ന് ചില രാഷ്ട്രീയ തീരുമാനങ്ങളൊക്കെ എടുത്താൽ നന്നായിരിക്കും. ഇപ്പോൾ നിങ്ങൾ പെട്ടിരിക്കുന്ന ഒരു പത്മവ്യൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ സോക്കാൾഡ് പൊളിറ്റിക്സിൽ കൊണ്ട് നിങ്ങൾ തല വച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് തലയൂരാൻ പ്രയാസമാണെന്ന് മാത്രമല്ല, ഇനി നിങ്ങളെ തല്ലാനും ഒതുക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണകൂടങ്ങൾക്കും നല്ല സാധ്യത കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കോടതി പോലും അത് സമ്മതിച്ചിട്ടുണ്ട്. പെല്ലറ്റ് ലാത്തി പ്രശ്നമില്ല, വെടിവെക്കുന്നത് പ്രശ്നമില്ല, തോക്ക് ഉപയോഗിക്കുന്ന പ്രശ്നമില്ല, മോബ് വയലൻ്റ് ആയാൽ അത് വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും എന്ത് വേണോ ചെയ്യാം എന്ന് സുപ്രീം കോടതിയും CRPF ഒക്കെ പറയുമ്പോൾ അതിലൊരു വേറെ ചില അർത്ഥങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ട് മക്കളെ, എളുപ്പമല്ല കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ വിട്ടുപോകണമെന്നോ പിരിഞ്ഞു പോകണമെന്നോ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ റീവർക്ക് ചെയ്യുക, റീഡിസൈൻ ചെയ്യുക, എന്നിട്ട് റീ എഞ്ചിനീയറിങ്ങിലേക്ക് നിങ്ങൾ പോകണം. അത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്.